പ്പെട്ടവരെ, ഇന്നത്തെ അനുസ്മരണ കുർബാന നമ്മുടെ പ്രിയപ്പെട്ട ജോസച്ചനോടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അനുസ്മരണ കാര്യങ്ങളും അച്ഛൻ സമ്മതിച്ചതുമാണ്. പക്ഷേ ജർനാളച്ചൻ മുള്ളേരിയയുടെ ശുശ്രൂഷ പിതാവ് ജർനാളച്ചൻ വഴി ഈ ദിവസങ്ങളിൽ ഇന്ന് അവിടെ ബലിയർപ്പിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞതുകൊണ്ടും ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുകൊണ്ടും ജോസച്ചൻ ഇന്ന് 8:30 മുള്ളേരിയയിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷിൻസച്ചൻ്റെ വേർപാടിൻ്റെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക്, അത് ഇന്നലെ സംസ്കാര ശുശ്രൂഷയിൽ അതിൻ്റെ ആരംഭം മുതൽ ഇന്നലെ പങ്കെടുത്തപ്പോൾ വലിയൊരു സൗഖ്യവും വലിയൊരു അനുഗ്രഹവും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എനിക്കും ലഭിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ദൈവ ശുശ്രൂഷ പങ്കുചേരുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ കരുത്താർജിക്കുക എന്ന് ഒരു വരപ്രസാദ ജീവിതത്തോടുകൂടി നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ആ പ്രശ്നങ്ങളുമായി ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് ദൈവത്തിൻ്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന കരുത്ത് മാത്രമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള അവസരങ്ങൾ തളർന്നു പോകും, താഴെ വീഴും, എല്ലാം കീഴ്മേൽ മറിയുമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ദൈവശുശ്രൂഷയിലൂടെ മാത്രം ഒരു വ്യക്തിക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി അത് അതിമനോഹരമായ അത്യുന്നതമായ അനുഭവമായി നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങൾ അനുഭവിക്കുകയാണ്. എന്നാലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇടവകയുടെ പേര് ഇതിൽ ബസ്സിലും അതല്ലാതെയും പോയവർ, അപ്പം അവരുടെ കൂടെ പോയപ്പോൾ തിരിച്ചാണ് എനിക്ക് വരാൻ പറ്റിയത്. അവരുടെ കൂടെയുള്ള കരുണക്കൊന്ത ചൊല്ലിയും ജപമാല ചൊല്ലിയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നമ്മുടെ ബസലിക്ക പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചും ഒക്കെ സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒരു യാത്രയായിരുന്നു. ഓർമ്മിപ്പിക്കുന്നത്, ഒരു സങ്കടമുഖത്തോ ആണെങ്കിൽ നീ ഒറ്റപ്പെട്ടവനായി നിൽക്കരുത്. ആ യാത്രയിലൂടെ ഞാൻ തിരിച്ചനുഭവിച്ച ഒരു സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവം അതാണ്. നമ്മൾ അതേസമയം ഞാൻ ഇവിടുന്ന് ബസ്സിന് തലേദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പോയാലും എങ്ങനെ ശരീരത്തിന് ഞാൻ 2 ദിവസം ഇവിടുന്ന് മാറി നിന്ന് നിങ്ങൾക്കറിയാം. ആ 2 ദിവസവും കരുവഞ്ചാല് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ശരിയായ ശാരീരിക ക്ഷീണങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടി ബാഗും ഇതെല്ലാം തയ്യാറാക്കിയിട്ടും പിന്നെയും കിടന്നുറങ്ങി. കിടന്നുറങ്ങി. എന്നാൽ വീണ്ടും വൈകുന്നേരം എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഒരു 6 മണിയായപ്പം തോന്നി, ഇല്ല, ഈ കൂടെ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ രാവിലെയും കൂടെ ഉണ്ടാകേണ്ടവനാണെന്ന ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധാത്മാവ്, നല്ല ഓർമ്മപ്പെടുത്തലുകൾ, സുവിശേഷത്തിന് അനുകൂലമായ സുവിശേഷത്തിൻ്റെ അതേ അർത്ഥങ്ങൾ നൽകുന്ന ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് വരപ്രസാദ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് നൽകും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ കൃപ. അല്ലാതെ മറ്റെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നീ പോകണമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, അന്ധകാരത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ആ ദിവ്യപ്രകാശം പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുന്ന ചിലരുടെയെങ്കിലും പരാതി, കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഷെയറിംഗ് സെഷനിലൊക്കെ പങ്കെടുത്തപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ പറയുന്നത്, സുഹൃത്തുക്കളൊക്കെ പറയുന്നത് നല്ല അനുഭവമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ ഒരു അനുഭവം ഉണ്ടായില്ല. അനുഭവം എന്താണ്? കുളിരിൻ്റെ അനുഭവവും മനസ്സിൻ്റെ തണുപ്പിൻ്റെ അനുഭവം ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ എത്രയോ പ്രധാനമാണ് മുന്നോട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് നമ്മെ ഓർമ്മപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിവേകത്തിൻ്റെ വരം. അപ്പോൾ അങ്ങനെ വളരെ സൗഖ്യത്തോടു കൂടെ തന്നെയാണ് ഇന്നലത്തെ തിരിച്ചുള്ള യാത്രയിലൂടെയും ഇവിടെ വരാൻ പറ്റിയത്. ഷിൻസച്ചനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഷിൻസച്ചൻ സെമിനാരിക്കാരനായിരുന്നു. അച്ഛൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സെമിനാരിക്കാരനായിട്ടുള്ള ഉണ്ടായിരുന്നുവെന്ന്, സ്വന്തമായിരുന്നുവെന്ന്. അത് വളരെ വാസ്തവം. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മുള്ളേരിയയിലെ മുള്ളേരിയയിൽ അച്ഛൻ ശുശ്രൂഷ ഏറ്റെടുത്തപ്പോൾ ഞാൻ ആദ്യമായി വലിയ സന്തോഷത്തോടെ പറഞ്ഞ കാര്യം,
ഇനി നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് പോകാം, ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. കേട്ടോ സിബിയച്ച, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച്, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു അടുത്തടുത്തുള്ളവരാണോ. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി, ഇരുന്ന് പ്രാർത്ഥിക്കാം, വർത്തമാനം പറയാം, അങ്ങനെ നല്ല എപ്പോഴും പോകാവുന്നത്. പക്ഷെ ഇന്നേ വരെ ഒരുമിച്ച് അല്ല. പക്ഷേ ധാരാളം യാത്രകൾ, കുഞ്ഞു കുഞ്ഞു യാത്രകൾ, ചെറിയ പിക്നിക്കിന് പോയ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് വരെയൊക്കെ പോയ, കാസർഗോഡ് വരെ പോയ ചെറിയ ചെറിയ പിക്നിക്കുകൾ. ഈ അടുത്ത ദിവസം ഞങ്ങൾ നമ്മളെല്ലാം ഇവിടെ വന്നിട്ട് 1 വർഷമായല്ലോ. നമുക്ക് ഒരു ദിവസം ഒന്ന് മംഗലാപുരത്തെങ്ങാനും പോയി ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നൊക്കെ ഞങ്ങളെല്ലാവരും, അച്ഛന്മാരെല്ലാവരും ഒന്ന് തീരുമാനിച്ചു. പക്ഷേ അച്ഛൻ്റെ കൂടെ ഇതുപോലുള്ള യാത്രകൾ, ഒന്നിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഒന്നിച്ച് ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. ചായ കടിയൊക്കെ ഇല്ലേ, തട്ടുകടയിൽ ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ വേണ്ടുവോളം സമയം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ധ്യാനിപ്പിക്കാൻ പോയത് കഴിഞ്ഞ പ്രാവശ്യം. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാം. പല കാര്യങ്ങളും നിങ്ങൾ പിതാവിൻ്റെ തീർച്ചയായും ഇന്നലത്തെ മൃതസംസ്കാര ശുശ്രൂഷ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കിരുന്ന് മനസ്സിരുത്തി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ആ ശുശ്രൂഷയിൽ, കാരണം ഞാൻ പറഞ്ഞില്ലേ, 4 പിതാക്കന്മാർ, അപ്പസ്തോലന്മാരായ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലുള്ള ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വരണം, വില കൊടുത്ത് അതിനുവേണ്ടി നല്ല ഒരുങ്ങണം. ഈ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ പാട്ടും കേട്ടിട്ടാണ് സൗഖ്യം കിട്ടുന്നതാണോ വിചാരിച്ചത്? സുഖം കിട്ടിയതല്ല. ഈ അപ്പസ്തോലിക ശുശ്രൂഷയിൽ അവർ നൽകുന്ന ആശീർവാദങ്ങൾ, അവരുടെ സാന്നിധ്യം നൽകുന്ന വലിയ പ്രഭ, അത് ആന്തരികമായി നമ്മൾ അനുഭവിക്കുകയാണ്. ചാനലുകാരും അവരൊക്കെ ആ രീതിയിൽ അവരെ അറിഞ്ഞിട്ടില്ലെങ്കിലും പത്രോസിന്റെ പിൻഗാമിയായ അപ്പസ്തോലനെ കുറിച്ച്, പത്രോസിന്റെ പിൻഗാമിയായ ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയെക്കുറിച്ചും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരെ കുറിച്ചും നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് ദൈവവചനവും ഈശോയും നൽകുന്ന കാഴ്ചപ്പാടാണ്. അപ്പം അതിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങളും ആ മൃതസംസ്കാര ശുശ്രൂഷകൾ സമയം കിട്ടുമ്പോൾ സ്വസ്ഥമായിരുന്ന്, അതിൻ്റെ ഒരു പാർട്ടാണ് നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് കാണാൻ പറ്റുന്നെങ്കിൽ മതി. കഴിഞ്ഞ് കുറച്ചേറെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പിതാവിൻ്റെ വചനം കേട്ടു, അല്ല സന്ദേശം കേട്ടു, അത് മുഴുവനും കേൾക്കാൻ പറ്റിയില്ല, തിരക്കിലാണോ? കേൾക്കുന്ന 5 മിനിറ്റ് സമയം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ആത്മാവ് നമ്മോട് പറയുന്നത് കേൾക്കാം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം പറയാം. ധാരാളം കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്തൊരു കാര്യം ഇതാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛന് നല്ല സൗഹൃദവാലയം ഉണ്ടെന്നറിയാമല്ലോ. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പ്രതീക്ഷ ഡയറക്ടറായിരുന്നപ്പോൾ ഒരു പ്രോഗ്രാമിന് നമ്മുടെ സ്പീക്കറിനെ വിളിച്ചു, നമ്മുടെ ഷംസീർ. അദ്ദേഹം വന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന ഒരു ബ്രദർ, ഇപ്പോൾ അച്ഛനായിട്ടുണ്ട്, ആ ബ്രദർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇവിടെ റീജൻസി നിന്ന. ചോദിച്ചപ്പം ഷിൻസ്. അവിടെ ഒരു അച്ഛൻ ബ്രദർ അവിടെ റീജൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പം അവിടെ ഒരു പ്രോഗ്രാമിന് ഷംസീർ വന്നു. MLA ആയിരുന്ന ആള് വർത്തമാനം പറഞ്ഞു, നമ്പർ വാങ്ങിച്ചു, പിന്നെ വല്ലപ്പോഴും വിളിക്കും. എനിക്കൊരു കാലത്തും ഇല്ലാത്തൊരു ശീലമില്ലായ്മയാണ്. പക്ഷേ അച്ഛൻ ഈ ദിവസം നമ്മുടെ ജോസച്ചൻ പറയുകയാണ്, പെരളയിലെ ജോസച്ചൻ പറയുകയാണ്, ഈ ഷിൻസച്ചൻ കുഞ്ഞായിരിക്കും. ഷിൻസച്ചൻ 3 ആമക്കളാണല്ലോ, അതിൻ്റെ ഏറ്റവും ഇളയതാണ് ഈ ഷിൻസച്ചൻ. ഒരു തട്ടുകൊടുക്കൻ കുസൃതിക്കാരൻ. പറിച്ച് ചില കുസൃതിക്കാർ കിരാതന്മാരായ കുസൃതിക്കാർ. ആ കൊച്ച് അവർ കാണിക്കുന്ന കുസൃതി മറ്റേയാളുടെ കൈയൊക്കെ പിടിച്ച് ചുമപ്പിച്ച് ഇങ്ങനെ തൊലിയെടുക്കുന്ന കുസൃതിക്കാരുണ്ട്. അത് കുസൃതിയല്ല, അത് കിരാതന്മാരായ. നിങ്ങളാരെങ്കിലും അങ്ങനെയുള്ളവരാണോ? അല്ലല്ലോ. അങ്ങനെ ആവരുത്. ഇത് കുസൃതി, കുഞ്ഞ് കുസൃതി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുസൃതി. അപ്പോൾ അങ്ങനത്തെ ഒരു കുസൃതി കൊച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കസിൻ, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, എവിടെയോ നേഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഫാമിലി ഈ കുഞ്ഞായിരുന്നപ്പം അവിടെ അതിലെ ടൂറ് പോയപ്പം ഈ കസിൻ്റെ അടുത്തും നേഴ്സിംഗ് സ്കൂൾ അവിടെ കോളേജിലും കയറി. അപ്പം കൂട്ടുകാരൊക്കെ, ആ കൊച്ചിൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് വർത്തമാനം പറയുമ്പം ഈ ചെറിയ കൊച്ചിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ ചെറിയ കൊച്ച് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട്
ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വർത്തമാനവും. അങ്ങനെ ഈ ചേച്ചിയുടെ ഈ അച്ഛൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരിക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ജോസച്ചൻ പറയാണ്, കഴിഞ്ഞ മാസം കണ്ടോ അച്ഛൻ്റെ ഒരു ഫോൺ കോൾ വന്നു. ഷിൻസച്ചൻ്റെ ഒരു ഫോൺ കോള് ജോസച്ചന്. വല്ല പരിചയമുണ്ടോ എന്ന് നോക്കിക്കേ എന്നും പറഞ്ഞൊരു ഫോണ് മറ്റേ ഒരാളുടെ, എൻ്റെ അടുത്ത് ഒരാളുണ്ട്, വല്ല പരിചയമുണ്ടോ എന്ന് നോക്കിയേ എന്നും പറഞ്ഞ് ഷിൻസച്ചൻ്റെ ഫോണ് അടുത്തയാൾക്ക് കൊടുത്തു. വർത്തമാനം പറഞ്ഞപ്പം ഈ ജോസച്ചൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ അന്ന് ചേച്ചിയുടെ കൂടെ പഠിച്ച അത് കല്യാണം കഴിച്ച് താമരശ്ശേരി ഭാഗത്ത് കല്യാണം കഴിച്ച് അച്ഛൻ ആ ഭാഗത്ത് പോയപ്പം ഈ ചേച്ചിയുടെ വീട്ടിലും കൂടെ പോയി അവിടുന്നാണ് വിളിച്ച് വർത്തമാനം പറയുന്നത്. അതാണ് അച്ഛൻ്റെ സൗഹൃദം. അതുകൊണ്ട് തന്നെ അച്ഛന് നല്ല ആഴമേറിയ നല്ല സൗഹൃദം, നിഷ്കളങ്കമായ, പിതാവ് ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, അത് പറയേണ്ട ആവശ്യമില്ല, ഈ ചിരികാണ് പറയത്തില്ലേ, നിഷ്കളങ്കമായ ആ സ്നേഹത്തിന് ധാരാളം സത്യസന്ധമായ സൗഹൃദങ്ങൾ, നിർമ്മലമായ സൗഹൃദങ്ങളുണ്ടായിരുന്നു. പുരുഷ സ്ത്രീ ഭേദമന്യേ ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ ശക്തിയായ ദൈവം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ശക്തിയായ ആ നിർമ്മലമായ സ്നേഹത്തിന് ധാരാളം പേർ. ഷിൻസച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഷിൻസച്ചൻ്റെ വീട്ടുപേര് ഞങ്ങളെപ്പോഴും കളിയാക്കും, ഷിൻസച്ചൻ്റെ വീട്ടുപേര് കുടിലും വീടൊക്കെ കൊട്ടാരം പോലെ എന്ന് ഞങ്ങളെപ്പോഴും പറയും. ഞങ്ങളതുകൊണ്ട് എപ്പോഴും കൊട്ടാരത്തിൽ കഴിയുന്ന കുടിലിൽ അച്ഛൻ എന്നേ ഞങ്ങൾ തമാശയ്ക്ക് പറയൂ. ഞങ്ങൾ ചുമ്മാ കുടിലെന്ന് പറഞ്ഞു എന്ത് വീട്ടുപേരിന് നേരെ കടകവിരുദ്ധമായി ജീവിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയും. കുടിലിൽ നിന്നാണല്ലോ വീട്ടുപേര്, വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. സ്വന്തം വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇളയ മകനാണ്. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ തിരുപ്പട്ടത്തിന് എൻ്റെ ഈ പ്രിയപ്പെട്ടവർ മുഴുവൻ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു 10,000-3000 പേര് കുറഞ്ഞത് എല്ലാവരും ഉണ്ടാവണം. അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും അതൊക്കെ മനസ്സിൽ കാണുകയൊക്കെ ചെയ്ത്, ഈ നിഷ്കളങ്കമായ മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അവരതെല്ലാം ഭാവനയെ കണ്ട് അനുഭവിച്ചും സന്തോഷിച്ചും ഒക്കെ നടക്കും. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതൊക്കെ കണ്ട് സന്തോഷിക്കും. അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരെയും 10,000-3500 പേരുണ്ട്, അവരെല്ലാവരും എൻ്റെ തിരുപ്പട്ടത്തിനുണ്ടാവണം. നമുക്കങ്ങനെയുള്ളത്. നിങ്ങൾ തന്നെ കല്യാണം പറയുമ്പം കല്യാണത്തിൻ്റെ ദിവസം നിങ്ങളുടെ ആ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾക്ക് നിശ്ചയമായി ഉറപ്പുള്ള ഒരാളുടെ ദിവസത്തിനനുസരിച്ച് നിങ്ങൾ വെക്കുകയുള്ളൂ. അവർ വരുന്ന ദിവസം വെച്ച് വെക്കുക. കാരണം അവരുണ്ടായിരിക്കണം, മറ്റാരും ഉണ്ടായില്ലെങ്കിലും. അങ്ങനെയാണ് ഷിൻസച്ചൻ സ്വപ്നം കണ്ടത്. പക്ഷേ തിരുപ്പട്ടത്തിൻ്റെ സമയമായപ്പം കൊറോണ. ഏതാനും പേര്, നിങ്ങൾ ആ തിരുപ്പട്ടത്തിൻ്റെ ശുശ്രൂഷകൾ TV കൂടെ ഈ ദിവസങ്ങൾ കണ്ടല്ലോ. കൊറോണ സമയത്ത് അച്ഛന് പെട്ടെന്ന് വലിയ സങ്കടമൊക്കെ ഉണ്ടായി. പക്ഷേ അച്ഛൻ മനസ്സിലാക്കി. അച്ഛൻ പറഞ്ഞു, ഈശോയുടെ ഇഷ്ടം ഇതാണ്, എൻ്റെ ഇഷ്ടമല്ലല്ലോ, ഈശോയുടെ ഇഷ്ടം ഇതാണ്. പക്ഷെ ഇന്നലെ മരിച്ചിടക്കരുത്. നിങ്ങൾ നോക്കിയേ, അച്ഛനെന്ത് ആഗ്രഹിച്ചോ അതിൻ്റെ എല്ലാം 10 മടങ്ങ് രാവിലെ 7 മണി മുതൽ ഇടം പറയാത്ത ജനങ്ങൾ. ഒരു നിമിഷം പോലും ആ ഭൗതിക ശരീരത്തിന് അടുത്ത് ഒരാളെ നിർത്താൻ ആരും സമ്മതിച്ചില്ല. വന്നിങ്ങനെ പോവുകയല്ലാതെ. തലശ്ശേരി രൂപതയിലാകെ 300 അച്ഛന്മാരാണ് ഉള്ളത്. 350 അച്ഛന്മാരാണ് ഉള്ളത്. അതിൽ 19 പേര് പുറത്ത് പഠിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുകയാണ്. കുറച്ച് പേര് പ്രീസ്റ്റ് റൂമിലാണ്. ബാക്കിയുള്ള ഏകദേശം 280ഓളം 290ഓളം അച്ഛന്മാരാണ് ഉള്ളത്. അതിൻ്റെ എത്ര ഇരട്ടി അച്ഛന്മാരാണ്. ഈ അച്ഛന്മാരെല്ലാം ഷിൻസച്ചന് പരിചയമുള്ളതുകൊണ്ടാണോ? അല്ല. ഷിൻസച്ചനെ കുറിച്ച് കേട്ടറിഞ്ഞും മീഡിയയിലൂടെ അറിഞ്ഞും അതിൻ്റെ എത്ര മടങ്ങാണ് വന്നു ചേർന്ന് പ്രാർത്ഥിച്ച് കണ്ണീരണിഞ്ഞ് ആ അനുജൻ്റെ അടുത്ത് വന്നു നിന്നത്. കൂടപ്പറപ്പുകളെ, ഈ കഴിഞ്ഞയാഴ്ച എന്തുകൊണ്ടും അച്ഛനെ സംബന്ധിച്ച് ഈശോയുടേതാകാൻ പറ്റിയ ദിവസമായിരുന്നു എന്ന് പിതാവ് ഓർപ്പിച്ചു കഴിഞ്ഞു. പരിശുദ്ധ അമ്മയോട് ഏതെങ്കിലും കൊച്ച് സ്കൂളിൽ പ്രച്ഛന്നവേഷം മത്സരത്തിന് ഏത് വേഷം എടുക്കേണ്ടത്, സ്കൂളിൽ, സൺഡേ സ്കൂളിലല്ല, സ്കൂളിൽ പ്രച്ഛന്നവേഷത്തിന് ഏത് വേഷം ആണ് എടുക്കണമെന്ന് മത്സരിക്കാൻ താല്പര്യമുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ വേഷമാണ് എനിക്ക് ചെയ്യേണ്ടത് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ?
ഷിൻസച്ചൻ പറഞ്ഞു, എനിക്ക് എടൂരമ്മയുടെ പരിശുദ്ധ അമ്മയുടെ വേഷം എനിക്ക് ചെയ്യണം. അങ്ങനെ ആദ്യത്തെ പിതാവിനോട് പറഞ്ഞത് ഇതാണ്, എനിക്ക് ആദ്യത്തെ സമ്മാനം കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ വേഷം ഞാൻ അണിഞ്ഞ് അതിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയത്. നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അച്ഛൻ്റെ ബന്ധത്തിൻ്റെ സുതാര്യതയും ഓരോരുത്തരോടും എങ്ങനെ ഇടപെടണമെന്ന് ആ നിഷ്കളങ്ക ജീവിതത്തിന് അറിയാമായിരുന്നു. ഒരു ആർച്ച് ബിഷപ്പിനോട് തനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനത്തെക്കുറിച്ച് വരെ പറയാനുള്ള, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഊടുപാട് തിരക്കിൻ്റെ ഇടയിൽ, പിതാവിൻ്റെ ഊടുപാട് തിരക്കിൻ്റെ ഇടയിൽ അതുപോലെയൊക്കെ ഇരുന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ ആവശ്യക്കാർക്ക് അതുപോലെയല്ല, അതിനപ്പുറവും സമയം കിട്ടുമെന്നുള്ളത് വാസ്തവമാണ്. എൻ്റെ അച്ഛൻ പറയുന്ന സാഹചര്യം. അപ്പോൾ പിതാവിനോട് തൻ്റെ ആദ്യത്തെ സമ്മാനത്തെക്കുറിച്ച് പോലും പറയാൻ ആ സ്ഥാനം ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്നടിച്ച് വീഴുന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും എല്ലാം ആൾരൂപമാണ് ഒരു വശത്ത് ഷിൻസച്ചൻ. അതേസമയം ഈ ആർച്ച് ബിഷപ്പ് തൻ്റെ ആത്മീയ പിതാവാണ്, തനിക്ക് മുകളിൽ തന്നെ അനുഗ്രഹിക്കാനുള്ള ആളാണ് എന്ന തിരിച്ചറിവിൽ, രക്ഷകർത്താവാണ് എന്ന തിരിച്ചറിവിൽ, ഈ ഭൂമിയിലെ രക്ഷകർത്താവാണ് ഒരു വൈദികൻ്റേത് ആർച്ച് ബിഷപ്പ് എന്ന തിരിച്ചറിവിൽ തൻ്റെ സ്വകാര്യ സന്തോഷങ്ങൾ പോലും പറയുന്ന ബന്ധം, ആരോടെങ്ങനെ ഇടപെടണമെന്ന്, ഓരോരുത്തരോടും എങ്ങനെ ഇടപെടണം, നമുക്കൊക്കെ പലപ്പോഴും മനസ്സിലാകാത്തതല്ലേ. അപ്പം ആർച്ച് ബിഷപ്പ് എന്നോട് വലിയ വർത്തമാനം പറയാൻ തുടങ്ങിയ, തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ തോളത്ത് കൈയിടാൻ വേണ്ടി തുടങ്ങുവാണെങ്കിൽ അത് സ്ഥാനവും മാനവും അറിയാത്തതിൻ്റെ വിഷമമാണ്. പക്ഷേ ഇത് ഷിൻസച്ചൻ ഇല്ലായിരുന്നു. ഷിൻസച്ചന് ഓരോ സ്ഥാനത്തെയും അതുല്യമായ ആ സ്ഥാനത്തിൻ്റെ ആഴമറിഞ്ഞ് തന്നെ ആദരവോടെ കാണാനും അതേസമയം ഹൃദയപരമാർത്ഥതയോടെ അവരുടെ ഹൃദയത്തിലേക്ക് യാത്ര നടത്താനും ആ നിഷ്കളങ്ക ഹൃദയത്തിന് പറ്റുമായിരുന്നു. കൂടപ്പറപ്പുകളെ, ഈ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമൊക്കെയാണ്. അതോടൊപ്പം തന്നെ വളരെ നിഷ്കളങ്കനായൊരു യുവാവിൻ്റെ മരണ ദിവസം കൂടിയായിരുന്നു. ഷിൻസച്ചൻ്റെ അല്ലാതെ ഒരു യുവാവിൻ്റെ 22 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ മരണ ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച. ആരുടെയാന്ന് പറയാമോ കൊച്ചുകൾക്ക് ആർക്കെങ്കിലും? നല്ല മിടുമിടുക്കനായ ഒരു നിഷ്കളങ്കനായ 3 കാര്യങ്ങൾ തൻ്റെ ആദർശമായി കരുതിയ, 1 ദൈവത്തോടുള്ള ബന്ധം, ആത്മീയത, 2 തൻ്റെ വിദ്യാഭ്യാസ ജീവിതം കർശനമായ വിദ്യാഭ്യാസത്തിൻ്റെ നിലപാടുകളിലൂടെ, ടൈം ടേബിളിലൂടെ ആ സമയം വിനിയോഗിക്കുക, 3 അതിനുശേഷമുള്ള സമയത്ത് ദാനശീലം, ഉപവിപ്രവർത്തികൾ, സാഹോദര്യം, മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധ്യമായ സഹായങ്ങളും ചെയ്യുന്ന, 1 ദൈവവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് ആഴപ്പെട്ട്, പ്രാർത്ഥനാ ജീവിതത്തിലും ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോവുക, 2 അവൻ വിദ്യാർത്ഥി ആയതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ അടുകവീണ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോവുക, 3 ഉത്തരവാദിത്തം, പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള സമയം കൃത്യമായി പഠിക്കുന്നവർക്ക് ഓരോ ദിവസവും സമയം കിട്ടും. സമയം ദാനം ധർമ്മങ്ങളിൽ, സഹായങ്ങൾ, മനുഷ്യരെ സഹായിക്കുന്നതിൽ. ആരായിരുന്നു പറയാൻ പറ്റും? ആ ചെറുപ്പക്കാരൻ, 22-കാരനായ ചെറുപ്പക്കാരൻ, റോമിൽ ജനിച്ച, ഓഗസ്റ്റ് 13-ാം തീയതി മരിച്ച ആ ആളാണ് എല്ലാ അൾത്താര ബാലന്മാരുടെയും മധ്യസ്ഥനായ ജോൺ ബെർക്കുവൻസ്. എല്ലാ അൾത്താര കുഞ്ഞുങ്ങൾക്കും അടുത്ത ഞായറാഴ്ച, ഈ ആഴ്ച അച്ഛനെ ഒരുക്കാൻ പറ്റിയില്ല, അടുത്ത ആഴ്ച നിങ്ങളെ പ്രത്യേകമായി ആദരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെറിയ സമ്മാനം നൽകി. അപ്പോൾ ഈ ഒരു 22-കാരൻ, ഈ അൾത്താര ബാലന്മാരെന്നൊക്കെ ഓൾട്ടർ ബോയ്സ് എന്ന് കേൾക്കുമ്പം ചിലരുടെ വിചാരം ഇത് 15 വയസ്സിലും 13 വയസ്സിലും ഒക്കെ ഒതുക്കേണ്ടതാണെന്നാണ്. കത്തോലിക്ക സഭയുടെ വിശാലമായ അതിൻ്റെ തിരിച്ചറിവിതാണ്, ഒരാൾ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ അയാൾ അദമ്യമായി ആഗ്രഹിക്കുന്നെങ്കിൽ അവന് പ്രായപരിധിയില്ല. ഈ കാര്യം ഞാൻ കാവുന്തലയിൽ ഒരു പ്രാവശ്യം ഒരു പ്രസംഗമധ്യേ വളരെ വിശദമായി പറഞ്ഞപ്പം കൈക്കാരന്മാര് അവര് ഒരു മാസം കഴിഞ്ഞപ്പം അവര് അൾത്താരയിൽ രാവിലത്തെ കുർബാനയ്ക്ക് നിൽക്കാൻ തുടങ്ങി. അവര് മാറി നിൽക്കാൻ 4 പേര്, ഈ 2 പേര് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം അവിടുത്തെ യുവജനങ്ങൾ നിൽക്കാൻ തുടങ്ങി. കാവുതലെന്ന് വന്ന പെങ്കൊച്ചു ഇവിടെ ഉണ്ടല്ലോ. അപ്പോഴത്തെ കാര്യം ഞാൻ പറയാം, ഞാൻ കണ്ണീരോടുകൂടി ശ്രേഷ്ഠ, ഞാനത് ആദ്യം അനുഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ കൊച്ചച്ഛനായിരുന്നപ്പം തളിപ്പറമ്പ് പള്ളിയിലാണോ ചെമ്മത്തൊട്ടി പള്ളിയിലാണോ എന്നറിയത്തില്ല, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇതുപോലെ ചേട്ടന്മാര് ഷർട്ടൊക്കെ ഇങ്ങനെ മടക്കി വെച്ച്
ചേട്ടന്മാർ വന്ന് അപ്പുറം ഇപ്പുറം നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ എന്ന് ആഴം ചങ്കിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്ന അവരുടെ നടുക്ക് നിന്ന് ബലിയർപ്പിക്കാന്ന് പറഞ്ഞോടല്ലോ, ത്രിത്വത്തിന്റെ മുമ്പിൽ ആ ഒരുമയിൽ നിൽക്കുന്ന അനുഭവമാണ്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണണം. ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ബൈബിൾ വായിച്ചു തീരണം. ഒരു വട്ടമെങ്കിലും ജീവിതത്തെ ഒന്ന് ഹിതപരിശോധന നടത്തി. ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നതാണല്ലോ കണ്ണിന്റെ വിശുദ്ധി. മഹാഭൂരിപക്ഷം പേരിലും വരുന്ന വീഴ്ചകൾ എവിടെയാണ് ആരംഭിക്കുന്നത്? നിങ്ങൾ ഇന്ന് പരിശോധിച്ചാലും നിങ്ങളുടെ കണ്ണിന്റെ അശുദ്ധിയിലൂടെയാണ് ഏറ്റവും വലിയ പാകപ്പിഴകൾ ജീവിതത്തിലേക്ക് പോകുന്നത്. ജീവിതം ക്രമീകരിക്കണം, ഇന്ന് വചനത്തിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കാത്തു സൂക്ഷിച്ച ആളാണ് ഷിൻസച്ചൻ. കൂടപ്പറപ്പുകളെ ജോൺ ബെക്കവൽസിനെ പോലെ ഒരു നിഷ്കളങ്ക ജീവിതം. അച്ഛൻ്റെ മുള്ളേരി ഇടവകയെക്കുറിച്ച് എനിക്കറിയാവുന്ന പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ എന്തോ ഒരു ശുശ്രൂഷകളാണ്, കാര്യങ്ങളാണ് നടന്നത്. ഗോവയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോന്ന് എനിക്കറിയില്ല ഇടവക്കാർ. കഴിഞ്ഞ പ്രാവശ്യം മലയാറ്റൂർ പോയത് നിങ്ങൾക്കറിയാമല്ലോ. ഈ 20-ാം തീയതി മാതൃവേദിയുടെ നേതൃത്വത്തിൽ പൈസയൊക്കെ പിരിച്ച് 20-ാം തീയതി കരുണാലയത്തിൽ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ വേണ്ടി അവർ പിരിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനൊരു കാര്യം പറഞ്ഞ് അവരത് ചെയ്ത് കൂട്ടായ്മയിൽ പോകുന്നത്. ഓണത്തിൻ്റെയും എല്ലാ ആഘോഷങ്ങളും 2-3 ആഴ്ച മുമ്പ്, എല്ലാ ആഴ്ചകളിലും ഉണ്ടാകും, 3 ആഴ്ച മുമ്പ് ഡോക്ടർമാരെ ആദരിച്ചത്, ക്യാമ്പ് നടത്തിയത്, അത്രമാത്രം ഒരിടയനും ഒരു തൊഴുത്തും എന്ന നിലയിൽ ആ മുള്ളേരി ഇടവക വികാരിച്ചൻ്റെ കൂടെ നിൽക്കാനും വികാരിച്ചൻ്റെ ഒപ്പമായിരിക്കാനും അച്ഛൻ്റെ ജീവിത ശൈലിയിലൂടെ ആ ഇടവകയെ മാറ്റിയെടുക്കാൻ സാധിച്ചു. അച്ഛൻ തരുന്ന ജീവിത പാഠം ഇന്നത്തെ സുവിശേഷത്തോട് ചേർന്ന് പോകുന്നതാണ്. രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കാൻ ആരൊക്കെ പണിപ്പെടുന്നോ പരാജയത്തിൻ്റെ പടുകുടിയിലേക്കായിരിക്കും. ദൈവത്തെയും മാമോനെയും കൂടെ കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസി അവിശ്വാസിയാണെന്ന് മാത്രമല്ല, അന്ധവിശ്വാസി കൂടിയാണ്. ഇരുട്ട് നിറഞ്ഞ വിശ്വാസം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. ദൈവകൽപ്പനകളെ ഒരു വശത്ത് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും വേറൊരു വശത്ത് അതിന് വിരുദ്ധമായ ജീവിതശൈലിയിലൂടെ മനുഷ്യനെതിരെ തിരികുകയും ചെയ്താൽ അവിടെ സ്വയം താഴ്ത്തപ്പെടുന്നവനായി മാറും എന്നത് വാസ്തവമാണ്. കൂടപ്പറപ്പുകളെ, ഈ ജൂബിലി വർഷം ഷിൻസച്ചൻ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. സുതാര്യമായി ജീവിക്കുവാൻ, ഈശോയുടെ നല്ല മകനും മകളുമായി ജീവിക്കുവാൻ, കറതേർന്ന വിശ്വാസത്തിൻ്റെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ 2-ാം ശനിയാഴ്ച അച്ഛനാണ് നമുക്ക് കുമ്പസാരിപ്പിക്കാൻ വന്നത്. ഞങ്ങൾ മാസധ്യാനത്തിൽ ഞാൻ അച്ഛൻ്റെ അടുത്തും ഒക്കെ ഞങ്ങൾ പരസ്പരം ചേട്ടാനുജന്മാർ കുമ്പസാരിക്കുന്നത്. നിർമ്മലമായ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരനുജൻ്റെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ മുഴുവൻ തിരിച്ചറിയാവുന്നവരുടെ അടുത്തോ, പക്ഷെ അത് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ക്രിസ്തു തൊടുന്നതാണെന്ന് തിരിച്ചറിവോട് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് ഒരു ജനത്തെ, നമ്മളെ എല്ലാവരെയും അച്ഛൻ നയിച്ചു. നമ്മളെല്ലാവരെയും അച്ഛൻ്റെ പുഞ്ചിരി, അച്ഛന് വേണ്ടി ഇന്ന് നമ്മൾ ബലിയർപ്പിച്ച് OPCL പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ് ഈ ഇടവക കുടുംബത്തെ അച്ഛൻ സ്വർഗത്തിൽ അച്ഛൻ്റെ സ്വന്തം പോലെ ചേർത്ത് വെക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട സെബിൻ ബ്രദർ വളരെ മിടുക്കനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഇടവകാംഗമായ പ്രിയപ്പെട്ട സെബിൻ ബ്രദറിൻ്റെ വീട് വെഞ്ചരിപ്പ് ഇന്നലെ വെച്ചതാണ്. നമ്മുടെ ഞള്ളക്കാട്ട് പിതാവ് മുതൽ എന്നോട് വിളിച്ചു പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു 13 അച്ഛന്മാർ, ജനറൽ അച്ഛന്മാരടക്കമുള്ളവർ ഇന്നലെ വരാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇവിടെ വരും, വെഞ്ചരിപ്പിന് വരുമെന്ന് പറഞ്ഞതാണ്. സെബിൻ ബ്രദറാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട സഹോദരനായി, ഇരട്ട സഹോദരന്മാരെ പോലെ. ബ്രദർ ജർമ്മനിയിൽ പഠിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അച്ഛനാകേണ്ടതാണ്. അപ്പം ഇപ്പോൾ ഹയർ സ്റ്റഡീസ് ആയതുകൊണ്ട് ആ വലിയ അനുഭവങ്ങൾ പരിശീലനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരട്ട സഹോദരന്മാരെ പോലെയാണ് ഇവർ ജീവിച്ചത്. പക്ഷേ അതുകൊണ്ട് ആ ഇരട്ട സഹോദരന് അതിൽ നിന്ന് വേറൊരു ഷിൻസച്ചൻ രൂപപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛനും ഷിൻസച്ചനെ പോലെ തന്നെ
വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴികൂടെ പോകുന്നതാണെന്ന് എനിക്ക് ആദ്യത്തെ നിമിഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ചിന്ത ബാറ്റൺ കൈമാറുന്നതാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഷിൻസച്ചൻ തൻ്റെ ബാറ്റൺ തൊട്ടടുത്ത് നിന്ന തൻ്റെ സഹോദരന്, കൂടെ പഠിച്ച സഹോദരന് കൈമാറിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ഈ ഭൂമിയിലെ ശുശ്രൂഷയ്ക്ക് കരുത്തേകാൻ ഞാൻ ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാവരോടും അതുപോലെ തന്നെ സെബൻ ബ്രദറിനോടും അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും അദ്ദേഹം ഒരു വലിയ സാക്ഷ്യമാണ്. നമ്മൾ ആരോടും പിണങ്ങരുത്. പിണക്കം വന്നു കഴിഞ്ഞാൽ അത് നീട്ടിക്കൊണ്ട് പോകരുത്. പിണങ്ങരുതെന്ന് പറയാൻ പറ്റിയല്ല, ദേഷ്യപ്പെടരുതെന്ന് പറയാൻ പറ്റിയല്ല. ദേഷ്യപ്പെടുന്ന എനിക്ക് പറയാൻ പറ്റുമോ? ദേഷ്യപ്പെടരുതെന്ന്. പക്ഷേ ദേഷ്യം മോശമാണെന്ന് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാരോ ആത്മീയ പിതാക്കന്മാരോ പറഞ്ഞിട്ടില്ല. ദേഷ്യവും കോപവും ഒക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ ആയുസ്സിന് അന്ത്യം ഉണ്ടാകണം. ഒരു ദിവസത്തെ കൂടുതൽ പോകുന്ന, ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് പോകുന്ന, പരമാവധി ഒരു സന്ധ്യയ്ക്ക് മുമ്പേ തീരാത്ത എന്ന് പറഞ്ഞാൽ അത്രയും മണിക്കൂറുകളെ ഏറ്റവും വലിയ ക്ഷമിക്കാൻ പറ്റാത്തവനും ക്ഷമിക്കാനുള്ള സമയം കർത്താവ് കൊടുത്തിട്ടുണ്ട്. 5-6 മണിക്കൂർ കൊണ്ടെങ്കിലും ജീവിതത്തിൽ ഏത് ഇടിയും പ്രാർത്ഥിക്കുന്നു. കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്, നന്മ കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അച്ഛനെ പോലെ മനോഹരമായി ഹൃദയം പുഞ്ചിരിക്കുന്ന മുഖപ്രസാദമുള്ളവരായി നമുക്ക് മാറാൻ അച്ഛൻ്റെ ഈ മാതൃക നമുക്ക് കരുത്താവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.